കേരളപ്പിറവി ദിനത്തിൽ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനമാണ്. ഇന്നിപ്പോൾ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ നിന്നും പ്രതിപക്ഷമടക്കം ബഹിഷ്കരിച്ച സ്ഥിതിയടക്കമുണ്ടായി. പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളും കണക്കുകളും ചോദിക്കുന്ന സ്ഥിതിയടക്കമുണ്ടായി. എന്നിരുന്നാലും മുഖ്യമന്ത്രി കൃത്യമായ കണക്കുകളെല്ലാം വിശദീകരിച്ചിരിക്കുകയാണ്. ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കാളിദാസൻ അത് തന്നെയാണ്. അതായത് രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്താണ്. ഇന്ന് കേരളപ്പിറവി ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്താണ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപനം നടത്തിയത്. പ്രതിപക്ഷം ആദ്യം തന്നെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതായത് ഇത് വെറും ചെപ്പടി വിദ്യയാണെന്ന് ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറകെ തന്നെയാണ് അതായത് ഈ അതിദരിദ്ര മുക്ത സംസ്ഥാനം എന്നത് വെറും ചെപ്പടി വിദ്യയാണെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വെറും കള്ളത്തരമാണ് അല്ലെങ്കിൽ പൊള്ളത്തരമാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ വിമർശിച്ചത്. അത് തന്നെ സഭയിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവനും സഭ വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും ഉൾപ്പെടെ സഭ വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്ത് വലിയ പ്രതിഷേധമുയർത്തി. സഭയ്ക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ വീണ്ടും വിമർശനം ഉന്നയിക്കുന്നത്. കേരളം പുതിയ പിറവിയിൽ എന്നാണ് ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വിശദമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അതായത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിനെതിരെ മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. കള്ളത്തരം പറയുന്നത് അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നു എന്ന് അവർ പറയുന്നത്. മാത്രമല്ല, നടപ്പാക്കുന്നത് മാത്രമേ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഏകദേശം ഇങ്ങനെയാണ്. കേരളം പുതുകിയ പിറവിയിൽ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേരളം അതിദാരിദ്ര്യമുക്തമായി സഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ചട്ടം 300 പ്രകാരമായിരുന്നു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പറയുന്നത് മാത്രമേ നടപ്പാക്കൂ. പ്രതിപക്ഷം എന്തിനാണ് ഭയക്കുന്നത്? 64,006 കുടുംബങ്ങളെ അതിദരിദ്രരായി കണ്ടെത്തുകയും ചെയ്തു. അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന് 1000 കോടി രൂപ ചെലവഴിച്ചു. 331 കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകി. 35,041 കുടുംബങ്ങളെ തൊഴിലുറപ്പിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. കേരള പിറവി ദിനത്തിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരിടത്തും പട്ടിണിയില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. 2025-2026 60 കോടി രൂപ പ്രത്യേകം അനുവദിക്കുകയും ചെയ്തു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ്. അതായത് ഈ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കേരളം അതിദാരിദ്ര്യമുക്തമാണെന്നുള്ളത് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ല, അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരുന്നതാണ് എന്നൊക്കെയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യം പ്രതിപക്ഷം ഈ സഭാ സമ്മേളനം ബഹിഷ്കരിക്കുകയായിരുന്നു. സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ്, അതായത് ഈ പ്രഖ്യാപനത്തോട് സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പിന്നാലെയാണ് സഭാ സമ്മേളനം ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തു. അതിദരിദ്രരിൽ നിന്ന് ശുദ്ധ തട്ടിപ്പെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. വെറുതെ പ്രഖ്യാപനം നടത്തുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് പ്രഖ്യാപനമെന്നും ഇരു നേതാക്കളും പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അതിദരിദ്രമുക്തമായി കേരളത്തെ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാളിദാസൻ. ശരി, ഫൈസൽ അസീസാണ്. ഇറാഡിക്കേഷൻ ഓഫ് എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യമുക്ത ആയിരിക്കുന്നു കേരളം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നു. ചട്ടം 300 പ്രകാരമായിരുന്നു ആ ഒരു പ്രഖ്യാപനം. ചില കണക്കുകളടക്കം സൂചിപ്പിക്കുന്നു. 64,006 കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും അതിദരിദ്രരായി കണ്ടെത്തിയവരെ ആ ഒരു നടപടി ഒക്കെ തന്നെയാണ്. ഒരിടത്തും പട്ടിണിയില്ലെന്ന് ഉറപ്പാക്കി എന്നുള്ളതും കൂടിയാണ് മുഖ്യമന്ത്രി പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ
ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഇനി അങ്ങോട്ട് ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? എപ്പോഴത്തേക്കായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുകളൊക്കെ തുടർന്നു വരികയാണ്. ഇപ്പോൾ കേസുകളിലെ രണ്ടാം പ്രതി, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 4 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷമായിരുന്നു റിമാൻഡ് ചെയ്യൽ നടപടിയടക്കം. അതേസമയം മുരാരി ബാബുവിനായുള്ള കസ്റ്റഡി അപേക്ഷ SIT പ്രത്യേക അന്വേഷണ സംഘം ഇനിയും നൽകിയിട്ടില്ല. അതിനിടെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലും ചോദ്യം ചെയ്യലുണ്ടാകുമോ, അതോ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഒരു കസ്റ്റഡി അപേക്ഷയ്ക്കൊക്കെയുള്ള സാധ്യത ഒക്കെ എങ്ങനെയാണ് ബിനോയ്? സ്വർണ്ണപ്പാളി വിവാദത്തിലെ മൂന്നാം പ്രതിയാണ് ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ. ഇന്നലെ 4 മണിയോടുകൂടിയാണ് സുധീഷ് കുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. സുധീഷ് കുമാറിനൊപ്പം KN വാസുദേവനും ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായിരുന്നു KN വാസുദേവൻ. ഇരുവരെയും ചോദ്യം ചെയ്തതിനു ശേഷം KN വാസുദേവനെ വിട്ടയച്ചു. സുധീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം മുരാരി തയ്യാറാക്കിയ മഹസറിനെ എതിർക്കാതെ അത് പാസ്സാക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഇപ്പോഴത്തെ കുറ്റം. അതായത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്തില്ല. പകരം ഈ ചെമ്പുപാളി എന്ന് വ്യാജരേഖ ചമച്ചപ്പോൾ, മുരാരി ബാബു ചമച്ചപ്പോഴേക്കും അതിന് ഒത്താശ ചെയ്തത് സുധീഷ് കുമാറാണ്. സുധീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഗൂഢാലോചനയിലും വഞ്ചനയിലും പ്രതിയാക്കിക്കൊണ്ട് ഇപ്പോൾ സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അല്പസമയത്തുള്ളിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. കാരണം സുധീഷ് കുമാറിനെതിരെ കാര്യമായ ഗൗരവതരത്തിലുള്ള മറ്റേ മോഷണ കുറ്റങ്ങളോ അതൊന്നുമില്ല. പകരം ഇവരുമായി ഉള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന തരത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലെ ആരോപണം. ആ ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുധീഷ് കുമാർ നേരത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്ന N വാസുവിന്റെ പേഴ്സണൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ശബരിമലയിലെ ഒട്ടുമിക്ക സ്ഥാനങ്ങളിലും ജോലി ചെയ്ത ആളാണ് സുധീഷ് കുമാർ. മുരാരി ബാബുവിനെ പോലെ തന്നെ സുധീഷ് കുമാറും ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ജോലി ചെയ്തിരുന്നു. മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നടന്ന ഒട്ടുമിക്ക ക്രമക്കേടുകൾക്കും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്നൊരു സംശയം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ആ വിഷയങ്ങളിലൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാളിദാസ്. ശരി, ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്പെൻസർ ജംഗ്ഷൻ, ബേക്കറി ജംഗ്ഷൻ, RBI വാൻറോസ്, ഊറ്റുകുഴി, മെയിൻ ഗേറ്റ്, ആസാദ് ഗേറ്റ്, ഗവൺമെന്റ് പ്രസ് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നും സെൻട്രൽ സ്റ്റേഡിയം ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല. ഇരുചക്ര വാഹനങ്ങൾക്കും ഭാരവാഹനങ്ങൾക്കും 12 ഇടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഏറ്റവും സുപ്രധാനമാണ്, തിരുവനന്തപുരം നഗരത്തിൽ സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങ് നടക്കുന്നതിനാൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്പെൻസർ ജംഗ്ഷൻ, ബേക്കറി ജംഗ്ഷൻ, RBI വാൻറോസ്, ഊറ്റുകുഴി, മെയിൻ ഗേറ്റ്, ആസാദ് ഗേറ്റ്, ഗവൺമെന്റ് പ്രസ് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നും സെൻട്രൽ സ്റ്റേഡിയം ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്കും ഭാരവാഹനങ്ങൾക്കും 12 ഇടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. മലപ്പുറം വള്ളുവമ്പ്രത്ത് ഓയിൽ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. ഷിബിൻ ഓയിൽ മില്ലിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തീപിടുത്തത്തിൽ മിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു.
എണ്ണ സംഭരിച്ചു വെച്ചിരുന്ന ടാങ്കിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. മലപ്പുറത്ത് നിന്നും മഞ്ചേരിയിൽ നിന്നും 5 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറം വള്ളുവമ്പ്രത്താണ് ഓയിൽ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. ഷിബിൻ ഓയിൽ മില്ലിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. തീപിടുത്തത്തിൽ മിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. എണ്ണ സംഭരിച്ചു വെച്ചിരുന്ന ടാങ്കിലേക്ക് തീ പടർന്നില്ല. അത് കാരണം വൻ ദുരന്തമാണ് ഒഴിവായത്. 5 യൂണിറ്റ് അഗ്നിശമന സേന മലപ്പുറത്ത് നിന്നും മഞ്ചേരിയിൽ നിന്നും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രാഥമിക നിഗമനത്തിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ്. അന്തർ സംസ്ഥാന ഡീസൽ മോഷ്ടാക്കൾ പിടിയിൽ. പാലക്കാട് വടക്കഞ്ചേരി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ 5 പേരും UP സ്വദേശികളാണ്. പന്നിയങ്കരയിൽ വെച്ച് പോലീസ് ജീപ്പിലിടിച്ചാണ് പ്രതികൾ വാഹനവുമായി രക്ഷപ്പെട്ടത്. പിന്നീട് വാണിയമ്പാറയിൽ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ ദേശീയപാതയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും മാരകായുധങ്ങളും കണ്ടെടുത്തു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന്റെ വില 4 രൂപ കുറച്ചു. സിലിണ്ടറിന് 1598 രൂപയായി. കഴിഞ്ഞ മാസം സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണ കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. തൃശൂർ കുതിരാനിൽ കാട്ടാന ശല്യം രൂക്ഷം. കാട്ടാന വനം വകുപ്പിന്റെ ജീപ്പ് തകർത്തു. പ്രദേശത്ത് കാട്ടാനയുണ്ടെന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയായിരുന്നു. ജീപ്പിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇറങ്ങി ഓടിയതിനാൽ അപകടമൊഴിവായി. കാട്ടാന വാച്ചറെ ആക്രമിച്ച സ്ഥലത്തിന് സമീപത്ത് വെച്ചാണ് ജീപ്പ് തകർത്തത്. ഒരാഴ്ചയായി കാട്ടാന ഇരുമ്പുപാലം പ്രദേശത്ത് തുടരുകയാണ്. കാട്ടാനകളെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളത്തിന് 3ാം വന്ദേ ഭാരത്. എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഇതിന്റെ ഷെഡ്യൂൾ ക്രമം റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടു. എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്ന ട്രെയിൻ തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി രാത്രി 11 മണിയോടെ ബംഗളൂരുവിലെത്തും. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തമ്പാനൂരിലെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങി മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാന കർമ്മം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ജോയിയുടെ മാതാവ് മെൽഹിക്ക് നൽകി നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവിൽ കോർപ്പറേഷനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ജില്ലാ പഞ്ചായത്താണ് വീട് നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തിയത്. നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ, പാറശാല MLA CK ഹരീന്ദ്രൻ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറത്ത് ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി 43 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ 36 പേർ അക്കൗണ്ട് ഉടമകളും 7 പേർ തട്ടിപ്പിന്റെ ഇടനിലക്കാരുമാണ്. ഇവരുടെ പക്കൽ നിന്നും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ 37 പേരെ കോടതി റിമാൻഡ് ചെയ്തു. 119 അക്കൗണ്ടുകളാണ് ജില്ലയിൽ പരിശോധിച്ചത്. സൈബർ തട്ടിപ്പുകൾക്ക് സഹായകമാകുന്ന മ്യൂൾ ബാങ്ക് അക്കൗണ്ടുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിനായി കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷനാണ് സൈഹണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ 69ാം ജന്മദിനമാണിന്ന്. പരമ്പരാഗത വസ്ത്രമണിഞ്ഞും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ്